റോഡ് ഷോ ഇപ്പോൾ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഏകദേശം 1 കിലോമീറ്റർ ഉണ്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ. അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥികളും ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ ആയി സ്വരാജ് റൗണ്ടിലൂടെ പോകുമ്പോൾ ഈ ഇരുവശത്ത് നിന്നുകൊണ്ട് തിങ്ങി നിറഞ്ഞ പ്രവർത്തകർ അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത്. എന്തായാലും പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായി കാണുന്നത് നരേന്ദ്രമോദിയെയാണ്. നരേന്ദ്രമോദിയെ പ്രചാരണത്തിന് എത്തിക്കുന്നതിലൂടെ BJPയും ലക്ഷ്യമിടുന്നത്, സംസ്ഥാന നേതൃത്വവും ലക്ഷ്യമിടുന്നത് പ്രവർത്തകർക്ക് വലിയ ഓളമുണ്ടാക്കി അവരെ പ്രചാരണ പ്രവർത്തന രംഗത്ത് കൂടെ കൂടി ശക്തമായി ഇറക്കുക എന്നതാണ്. അതിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനമാണ് BJP ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വളരെ നിർണായകമായിട്ടൊരു നിയമസഭാ തെരഞ്ഞെടുപ്പ് BJPയെ സംബന്ധിച്ചിടത്തോളം BJP നേതൃത്വം പറയുന്നത് കേവലം അക്കൗണ്ട് തുറക്കുക മാത്രമല്ല കൂടുതൽ സീറ്റുകളിലേക്ക് ജയിച്ചു കയറാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് അവർ പ്രകടിപ്പിക്കുന്നത്. നേമത്താണെങ്കിലും കഴക്കൂട്ടത്താണെങ്കിലും അതോടൊപ്പം തന്നെ തൃശ്ശൂരിലാണെങ്കിലും മറ്റ് നിയമസഭാ മണ്ഡലങ്ങൾ പാലക്കാട് ഉൾപ്പെടെയുള്ള ഇടങ്ങളിലൊക്കെ തന്നെയാണെങ്കിലും അങ്ങനെ നിൽക്കുന്ന ഘട്ടത്തിൽ ഒരു നിർണായക നിയമസഭാ മണ്ഡലത്തിലൂടെ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ കടന്നുപോയിരിക്കുകയാണ്. ഇപ്പോൾ റോഡ് ഷോ ഏതാണ്ട് അവസാനിക്കുന്ന ഘട്ടം എത്തിയിരിക്കുന്നു. പ്രധാനമന്ത്രി മടങ്ങുകയും ചെയ്യും. എന്തായാലും വലിയ തോതിലുള്ള ആവേശം പ്രവർത്തകരിൽ ഉണ്ടാക്കുകയാണ് BJPയെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു ലക്ഷ്യം. അത് പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം ആദ്യമായാണ് കേരളത്തിലേക്ക് എത്തുന്നത്. അന്ന് 11-ാം തീയതി വന്നു. അത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നതിന് തൊട്ട് മുൻപായിരുന്നു. അതിനുശേഷം വീണ്ടും എത്തിയിരിക്കുന്നു. തുടർന്ന് ഇനി വീണ്ടും അടുത്ത ദിവസങ്ങളിൽ പ്രധാനമന്ത്രി വരുന്നുണ്ട്. തിരുവനന്തപുരത്തും അതോടൊപ്പം തന്നെ കോട്ടയത്തുമാണ് പ്രധാനമന്ത്രി വരുന്നത്. പാലയിൽ ഉൾപ്പെടെ പ്രധാനമന്ത്രി വരുന്നു. അപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ച് നാളുകളായി ക്രിസ്ത്യൻ ഔട്ട്റീച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ BJP നടത്തുന്നുണ്ട്. ഹിന്ദു വോട്ടുകൾക്കൊപ്പം കൂടുതൽ ക്രിസ്ത്യൻ വോട്ടുകളും സമാഹരിക്കുക അടക്കം BJP ലക്ഷ്യമിടുകയാണ്. അങ്ങനെ പാല ഉൾപ്പെടെ വലിയ തോതിലുള്ള പ്രതീക്ഷ BJP വച്ചു പുലർത്തുന്നു. എന്തായാലും ആ മേഖലയിലേക്ക് കൂടി പ്രധാനമന്ത്രി എത്തിക്കുകയാണ് BJP. പ്രതികരണങ്ങൾ കണ്ടു. പുലികൾ, സാധാരണ പുലി രൂപത്തിലിറങ്ങുന്ന പുലികൾ മോദിയുടെ മുഖമൊക്കെ ദേഹത്ത് വരച്ചു ചേർത്തുകൊണ്ടാണ് മറ്റൊരു പുലികളായി ഇറങ്ങിയത്. എന്തായാലും പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ അതിൻ്റെ അവസാന സ്ഥലത്തേക്ക് എത്തിച്ചേരുകയാണ്. ഇവിടെ പ്രത്യേകിച്ച് അല്ലാതെ കൺവെൻഷനോ മറ്റു പരിപാടികളോ ഇല്ല. റോഡ് ഷോ മാത്രമാണ് തൃശ്ശൂരിൽ തയ്യാറാക്കിയിരുന്നത്. അത് പരിപൂർണമായി അവസാനിപ്പിക്കാൻ പോകുന്നു. വലിയ ആവേശത്തോടെ പ്രവർത്തകർ പ്രധാനമന്ത്രിയെ വരവേറ്റിരിക്കുന്നു. പ്രധാനമന്ത്രിയും പ്രവർത്തകർക്ക് കൂടുതൽ ആവേശം പകർന്ന് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ BJPക്ക് കൂടുതൽ ഇന്ധനം പകർന്നു നൽകിക്കൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ ഈ ദിവസത്തെ കുറച്ച് മണിക്കൂറുകൾ മാത്രം നീളുന്ന ഈ കേരള സന്ദർശനം കടന്നുപോകുന്നത്. പാലക്കാട് നേരത്തെ ഒരു 350 മീറ്ററോളം മാത്രമായിരുന്നു റോഡ് ഷോ. അതിനുശേഷം കോട്ടമൈതാനിയിൽ അദ്ദേഹം പ്രവർത്തകരെ അഭിസംബോധന ചെയ്തു. ഏറെ നേരം അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ച്, പാലക്കാട്ടെ രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ച് ശോഭാ സുരേന്ദ്രൻ്റെ അടക്കം പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി അവർക്ക് വോട്ട് തേടുന്ന കാഴ്ചയുണ്ടായി. എല്ലാ സ്ഥാനാർത്ഥികളെയും നിരത്തി നിർത്തി അവരുടെ കൈകൾ ഉയർത്തി പ്രധാനമന്ത്രി BJPക്ക് വോട്ട് രേഖപ്പെടുത്തണമെന്ന് ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. വലിയ മാറ്റമുണ്ടാക്കാൻ BJPക്ക് കഴിയും. വികസിത കേരളം എന്നതാണ് BJPയുടെ ലക്ഷ്യം എന്നതാണ് പ്രധാനമന്ത്രി പാലക്കാട് കൺവെൻഷനിൽ പറഞ്ഞത്. അതിനുശേഷമാണ് അദ്ദേഹം തൃശ്ശൂരിലേക്ക് എത്തിയത്. തൃശ്ശൂരിൽ കൺവെൻഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ വിപുലമായ റോഡ് ഷോ എന്ന നിലയ്ക്കാണ് സംഘടിപ്പിച്ചത്. അതുകൊണ്ട് വലിയ അളവിൽ പ്രവർത്തകർ പല മണ്ഡലങ്ങളിൽ നിന്ന്, തൃശ്ശൂർ മാത്രമല്ല മറ്റ് മണ്ഡലങ്ങളിൽ നിന്നൊക്കെ പ്രവർത്തകർ പ്രധാനമന്ത്രിയെ കാണാനായി അങ്ങോട്ടേക്ക് എത്തി. ഇപ്പോൾ വലിയ ആവേശത്തിലാണ് പ്രവർത്തകരെല്ലാം പ്രതികരണങ്ങൾ അറിയിച്ചത്. എല്ലാവരും തൃശ്ശൂരിൽ മാത്രമല്ല മറ്റ് മണ്ഡലങ്ങളെല്ലാം പ്രധാനമന്ത്രിയുടെ വരവിൻ്റെ ഈ ഊർജം പ്രകടമാകും. മികച്ച വിജയം നേടിയെടുക്കാൻ കഴിയും. നാട്ടിക CC മുകുന്ദൻ്റെയൊക്കെ വരവോടുകൂടി നാട്ടികയിലും BJP വിജയിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് പ്രവർത്തകർ പങ്കുവയ്ക്കുന്നത്. സ്വാഭാവികമായിട്ടും പക്ഷേ കടുത്ത മത്സരമാണ് കേരളത്തിലുടനീളം നടക്കുന്നതെന്ന് വ്യക്തമാണ്.